സോ നമുക്കിന്ന് തമിഴിലൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറിനെ കുറിച്ച് സംസാരിക്കാം. വേറെ ആരുമല്ല, നമ്മുടെ സിദ്ധാർത്ഥ് സൂര്യനാരായണൻ. ഇൻ ഷോർട്ട് സിദ്ധാർത്ഥ്. ചെറുപ്പത്തിലെ ബോയ്സ് ഒക്കെ ഉണ്ടല്ലേ, അവർക്ക് അറിയാൻ പറ്റും. ഇവിടെ കരിയറിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. പുള്ളി നല്ലൊരു ടാലന്റഡ് പേഴ്സൺ ആണ്, ലൈക്ക് അക്രോസ് ഇന്ത്യ. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ്, പക്ഷെ അണ്ടർ റേറ്റഡ് ആയി പോയി. അധികം ആരും ചർച്ച ചെയ്യാത്തൊരു ടാലന്റ് ആണ് പുള്ളിക്കാരൻ. ഈ തമിഴില്, തെലുങ്കില്, ഹിന്ദിയില്, മലയാളത്തിലെ അക്രോസ് ഓൾ ലാംഗ്വേജസ് വർക്ക് ചെയ്തൊരു ആക്ടറാണ്. അതുകൂടാതെ സ്ക്രീൻ റൈറ്റിങ്ങും പ്രൊഡക്ഷനും പ്ലേബാക്ക് സിംഗിങ് പോലും ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കരിയർ തുടങ്ങിയത്, അതായത് ബിസിനസ് സ്റ്റഡീസ് ആയിരുന്നു പുള്ളി പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ പുള്ളി മണിരത്നത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോയി. പിന്നെ അവിടെ കുറച്ച് വർക്ക് ചെയ്തിട്ട് ശങ്കറിനെ പരിചയപ്പെട്ടു. അങ്ങനെ പുള്ളി ഫസ്റ്റ് ഡെബ്യൂ മൂവി ശങ്കറിന്റെ കൂടെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 2003 ഇറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ മൂവിയായ ബോയ്സില് പുള്ളിയായിരുന്നു ഹീറോ. അതായത് ഫസ്റ്റ് മൂവി തന്നെ ബ്ലോക്ക് ബസ്റ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയായിരുന്നു സിദ്ധാർത്ഥിന്റെ തുടക്കം. ഇതൊന്നും അല്ല സർപ്രൈസ്, അടുത്ത വർഷം തന്നെ പുള്ളിക്ക് മണിരത്നത്തിന്റെ കൂടെ ഒരു വലിയ പ്രൊജക്ടിന്റെ പാർട്ടായി മാധവനും സൂര്യയൊക്കെ അഭിനയിച്ച മൂവിയായ ആയുധെഴുത്തില്, അതായത് തൊട്ടടുത്ത വർഷം 2004 തന്നെ റിലീസ് ചെയ്ത മൂവിയിൽ സിദ്ധാർത്ഥ് ഒരു പാർട്ടായി. അതും വലിയൊരു ഹിറ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി നേരെ തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് പോയി. അവിടെ ഒരു മൂവി ചെയ്തു, ബൊമ്മലരു. 2006 ഇറങ്ങി. അതേ വർഷം തന്നെ പുള്ളി ബോളിവുഡ്, അതായത് ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മൂവി ചെയ്തു. വേറെ ഒന്നുമല്ല, രംഗ് ദേ ബസന്തി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂവിയാണ്, വലിയൊരു ഹിറ്റായ മൂവിയാണ്. അതിന്റെ പാർട്ടാവാനും സിദ്ധാർത്ഥയ്ക്ക് പറ്റി. അങ്ങനെ കരിയറിൽ ഇങ്ങനെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി വീണ്ടും തമിഴിൽ വന്നിട്ടൊരു മൂവി ചെയ്തത്. വേറെ അതല്ല, 180 ഡിഗ്രി കൊണ്ടിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ആർക്കും അറിയാം. ഞാൻ പക്ഷെ അത് ഇറങ്ങിയ ടൈമിൽ തന്നെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എങ്കിലും ഓക്കെ ടൈപ്പിലായിരുന്നു പോയത്, കാരണം ആ ഒരു ടൈമായിരുന്നല്ലോ. അത് വന്നിട്ട് 2011 റിലീസ് ചെയ്തത്. പക്ഷെ അത് ഒരു അട്ടർ ഫ്ലോപ്പ് മൂവിയായിരുന്നു തിയേറ്ററിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി മൂവീസ് പുള്ളിക്കാരൻ ചെയ്തു. അതായത് ഇപ്പോൾ 2012 പുള്ളി ഒരു പ്രൊജക്റ്റ് ചെയ്തു, കാതലിൽ സ്വതപ്പുവത് എപ്പിടി. അതൊരു ആവറേജ് ഹിറ്റ് മൂവിയായിരുന്നു. എനിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ തിയേറ്ററിൽ അത് വർക്കായി. ഒരു കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ മൂവിയായിരുന്നു. പിന്നെ 2013 പുള്ളി 2 മൂവീസ് ചെയ്തായിരുന്നു. ഉദയം NH4, അത് വെട്രിമാരൻ റൈറ്റ് ചെയ്ത മൂവിയാണ്. അതൊരു ഹിറ്റ് പടം തന്നെയായിരുന്നു. പിന്നെ അടുത്ത മൂവി വന്നിട്ട് തീയ വേല ചെയ്യണം കുമാർ വന്നിട്ട് ഒരു മൂവി, നമ്മളെ സിദ്ധാർത്ഥും സന്താനം കൂടി അഭിനയിച്ചൊരു കോമഡി ജോണർ മൂവിയായിരുന്നു. വലിയ കുഴപ്പമില്ല, പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല. ഒരു ഓക്കെ ടൈപ്പ് വാച്ചബിൾ മൂവി, വൺ ടൈപ്പ് വാച്ചബിൾ മൂവിയായിരുന്നു. 2014 പുള്ളിയുടെ കരിയർ ഒരു ഭയങ്കര ഒരു അപ്സേർജിൽ പോയി. അതായത് നല്ല പീക്കിൽ പോയി. ബാക്ക് ടു ബാക്ക് ഹിറ്റായിരുന്നു. ഒന്നാമത് വന്നിട്ട് നമ്മുടെ ജിഗർദണ്ഡ, അറിയാലോ, സൂപ്പർ ഹിറ്റായിരുന്നു. പിന്നെ കാവ്യത്തലൈവ, അതും ഒരു ഹിറ്റായിരുന്നു. പിന്നെ 2015 അടുത്ത ഹിറ്റ് ഹാട്രിക് ആയിരുന്നു. അതായത് എനക്കുൾ ഒരുവൻ പറഞ്ഞിട്ടൊരു മൂവി. അങ്ങനെ 3 മൂവീസ് അടുപ്പിച്ച് ഹിറ്റായി. 2015 3 പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു. അതിൽ 2 പ്രൊജക്ട്സ് തമിഴിലായിരുന്നു, അരൈമണൈ 2ഉം ജിൽജങ് ജക്കും. 2 ആവറേജ് മൂവീസും. പിന്നെ സിദ്ധാർത്ഥ് 2016 തന്നെ മലയാളത്തിലൊരു മൂവി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുരളി ഗോപി എഴുതിയ കമ്മാര സംഭവത്തിലെ ഒരു പാർട്ടായിരുന്നു സിദ്ധാർത്ഥ്. പിന്നെ 2017 പുള്ളി ഹൊറർ മൂവീസ് ഒക്കെ ചെയ്തിട്ടില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അവൾ പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അതിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം ഹിറ്റായിരുന്നു. 2019 പുള്ളി ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുടെ പാർട്ടായിരുന്നു. പിന്നെ അതായത് സിവപ്പു മഞ്ചൾ പച്ചൈ പറഞ്ഞിട്ടൊരു മൂവിയുടെ പാർട്ടായിരുന്നു. അതും ഹിറ്റായി. അതേ വർഷം തന്നെ വേറൊരു പടമുണ്ട്, ആർവം, അതും ഹിറ്റായിരുന്നു. അങ്ങനെ ചറവറ ഹിറ്റായിരുന്നു. എന്നിട്ടും പുള്ളി എന്താ പറയുക, ആ ഒരു ഓറ കീപ്പ് ചെയ്ത്. കാരണം പുള്ളിയുടെ ലൈഫ് അങ്ങനെയാണ് പുള്ളി ഡിസൈൻ ചെയ്തത്. അതായത് ഒന്നിലും അങ്ങനെ ഓവറായിട്ട് ഷോ കാണിക്കാനും എക്സൈറ്റ്മെൻറ്റ് കാണിക്കാതെയും കോമൺ മാൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ലൈഫില്ല. അതാണ് പുള്ളി ചൂസ് ചെയ്തത്. അതായത് ഒരു ഓർഡിനറി പേഴ്സണായിട്ട് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ റിയാക്ട് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു നോർമൽ ലൈഫാണ് പുള്ളിക്ക് ഇഷ്ടം. പുള്ളി അങ്ങനെ ജീവിച്ചു പോയി.
വിച്ച് ഇസ് ഫൈൻ. സോഷ്യൽ മീഡിയയിൽ പുള്ളിക്ക് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ലൈഫ്. അപ്പം പിന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2010 തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിൽ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തൊരു മൂവിയാണ് 2023 ഇറങ്ങിയ ചിത്ത. അതിൽ പുള്ളി തന്നെയായിരുന്നു ലീഡ് റോൾ ചെയ്തത്. നമുക്കൊക്കെ അറിയാലോ, അതൊരു എമോഷണലി എന്താ പറയുക, ഒരു വേറെ ലെവലിൽ കൊണ്ടുപോയ സിനിമയാണ്. അതും ഒരു വൻ ഹിറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ വർക്ക് അങ്ങനെയാണ്, അതായത് പുള്ളി തന്നെ ഒരു വർഷം ഇതിന് പിന്നാലെ ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി ചെയ്തൊരു അടിപൊളി മൂവിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 2024 നമ്മുടെ ശങ്കർ ഡയറക്റ്റ് ചെയ്ത ഇന്ത്യൻ 2 എന്ന മൂവിയുടെ ഒരു പാർട്ടാകാൻ പറ്റി. അത് പുള്ളി തന്നെ പറയണത് അതൊരു ട്രിബ്യൂട്ടാണെന്ന്, അതായത് ശങ്കറിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടാണ്. കാരണം പുള്ളിയാണല്ലോ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇത്രയും വർഷം 2003 ഇപ്പോൾ ഓൾമോസ്റ്റ് 20 years ആയി. ഇപ്പോൾ ആ ഒരു ട്രിബ്യൂട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവർ ഒന്ന് റീയൂണിയൻ ചെയ്യണത് ഈ പടം കൊണ്ട്. അപ്പോൾ പുള്ളിയുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അറിയില്ല, മറ്റന്നാൾ കാണാം. ഓക്കെ, ബൈ.